أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. അത്രയും ആദരണീയവും ഗൗരവമേറിയതുമായ ഒരു വർത്തമാനമത്രേ ഖുർആൻ. എന്നിട്ടും നിങ്ങൾ അതിനെ കാര്യമായി വിലയിരുത്താതെ അതിനോട് കേവലം ഒരു മിനുക്കുനയം സ്വീകരിച്ചു അഥവാ നിസ്സാരമാക്കി അവഗണിച്ചു കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് ആഹാരം തരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശ്വസിച്ച് അവനോട് നന്ദി കാണിക്കുന്നതിനു പകരം അതിനെ വ്യാജമാക്കി നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയുമാണോ ചെയ്യുന്നത്? അനന്തര ജീവിതത്തെയും അനന്തര നടപടികളെയും നിഷേധിക്കുകയും പരിഹസിച്ച് പറയുകയും ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ മരണാസന്ന വേളയിൽ എന്തുകൊണ്ട് മരണപ്പെടുന്നവൻ്റെ ജീവനെ നിങ്ങൾ മടക്കിയെടുക്കുന്നില്ല? നിങ്ങൾ അവൻ്റെ അടുത്തിരുന്നു അവൻ്റെ സ്ഥിതിഗതി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമല്ലോ. വാസ്തവത്തിൽ നിങ്ങളെക്കാൾ അവനുമായി ഏറ്റവും അടുത്തവൻ അള്ളാഹുവായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് കണ്ടറിയുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രം. മരണപ്പെടുന്നവർ നിങ്ങൾ പറയും പോലെ നടപടികൾക്ക് വിധേയരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മരണത്തിൽ നിന്നും എന്തുകൊണ്ട് രക്ഷിച്ചുകൂടാ? ഇല്ല, നിങ്ങൾക്കത് സാധ്യമല്ല. അവരുടെ അവധി വരുമ്പോൾ അവരെ അള്ളാഹു മരണപ്പെടുത്തുന്നു. മരണശേഷം അവൻ്റെ നടപടികൾക്ക് അവൻ വിധേയരാകുകയും ചെയ്യുന്നു.